ഹലോ എവരിവൺ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ്. എൻ്റെ പേര് രാജ്കുമാർ. നമ്മൾ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. ജോഗ്രഫിയിൽ നമ്മൾ സോളാർ സിസ്റ്റം പഠിച്ചു തുടങ്ങിയിരുന്നു. സോളാർ സിസ്റ്റത്തിൽ നമ്മൾ ഇന്നർ പ്ലാനറ്റ്സിനെ പറ്റി നോക്കി, അതിനുശേഷം ഔട്ടർ പ്ലാനറ്റ്സിനെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ആസ്ട്രോയിഡ്സിനെ പറ്റിയും നമ്മുടെ ജൂപ്പിറ്റർ, സാറ്റേൺ എന്നുള്ള പ്ലാനറ്റ്സിനെ പറ്റിയും പഠിച്ചു. നമ്മൾ ഇന്ന് വിൽ സ്റ്റാർട്ട് വിത്ത് യുറാനസ്. അതായത് സോളാർ സിസ്റ്റത്തിലെ സെക്കൻഡ് ലാസ്റ്റ് പ്ലാനറ്റ് ആണ് യുറാനസ് എന്ന് പറയുന്നത്. ഏറ്റവും അപ്പുറത്ത് കിടക്കുന്ന ആൾ നെപ്റ്റ്യൂൺ തൊട്ട് മുമ്പുള്ള ആളാണ് യുറാനസ്. നോക്കുക, യുറാനസ് ഈസ് ആൻ ഐസ് ജയന്റ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു, യുറാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യനിൽ നിന്ന് വളരെ അകന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ അതൊരു ഐസ് ജയന്റ് ആണ്. ഐസ് ജയന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് മേജർലി മേഡപ്പ് ഓഫ് ഐസ് കൊണ്ട് നിറഞ്ഞതാണ് എന്ത് യുറാനസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഐസ് എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരെ ആയതുകൊണ്ട് സൂര്യൻ്റെ പ്രകാശം അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ ഒക്കെ വളരെ കുറച്ച് എത്തുന്നുള്ളൂ. അതുകൊണ്ട് ഇറ്റ്സ് ആൻ ഐസ് ജയന്റ്. Most or 80% or more of the planet's mass is made up of a hot, dense fluid of icy material, water, methane and ammonia. മീഥേൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, CH4. അമോണിയ കേട്ടിട്ടുണ്ടാവും, NH3. അമോണിയ, മീഥെയിൻ, വാട്ടറിൻ്റെ എല്ലാം തണുത്തുറച്ച ഐസിൻ്റെ ഒരു ഫ്ലൂയിഡിക് സ്റ്റേറ്റിലാണ്. അതായത് ലിക്വിഡുമല്ല സോളിഡുമല്ലാത്തൊരു സ്റ്റേറ്റിലൊക്കെയാണ് എന്ത് നമുക്കവിടെ കാണാൻ പറ്റും. 80% കൂടുതലും എന്താ ഈ പറയുന്ന ഫ്ലൂയിഡിക് സ്റ്റേറ്റിൽ നിൽക്കുന്ന വാട്ടറും മീഥെയിനും അമോണിയും ഒക്കെയാണ് എന്ത് നമ്മുടെ യുറാനസിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത്. 1 day on Uranus takes about 17 hours. എന്താണ് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ പ്ലാനറ്റ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. ആ പ്ലാനറ്റ് നിന്നിരുന്ന് കറങ്ങുവാണെങ്കിൽ ആ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആ പ്ലാനറ്റ് എടുക്കുന്ന സമയമാണ് എന്ത് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എർത്തിന് അത് 24 മണിക്കൂറാണെങ്കിൽ യുറാനസിന് എത്രയാണ്? 17 മണിക്കൂർ. എർത്തിനേക്കാൾ വലുതാണെങ്കിലും കുറച്ച് സമയം മതി പുള്ളിക്കാരൻ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. സോ ഇറ്റ് ടേക്സ് അറൌണ്ട് ഓൺലി 17 hours. യുറാനസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കോൺട്രാസ്റ്റ് ടു അതർ പ്ലാനറ്റ്സ്, ഇറ്റ് ഇസ് ടിപ്ഡ് ആൻഡ് സ്പിൻ ഓൺ ഇറ്റ്സ് സൈഡ്സ്. ദാറ്റ് ഈസ് ഇറ്റ്സ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ലൈസ് നിയർലി ഓൺ ദി പ്ലെയിൻ ഓഫ് ഓർബിറ്റ്. അതായത് സപ്പോസ് ദിസ് ഈസ് എർത്ത്. ഇത് എർത്ത് ആണെങ്കിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഈ എർത്തിൻ്റെ ഒരു ആക്സിസ് ആണിതെങ്കിൽ ഇങ്ങനെ ഈ പെൻ കറങ്ങുന്ന പോലെ കറങ്ങാണ് എർത്ത് ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് യുറാനസ് ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ്? ഈ രീതിയിൽ. അതായത് എർത്ത് ഇങ്ങനെ കറങ്ങുമ്പോൾ ഇത് ഇങ്ങനെയാണ് കറങ്ങുന്നത്. നമ്മളൊരു ബോൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ ബോൾ എങ്ങനെ ഉരുണ്ടു പോവുക, അതേപോലെയാണ് യുറാനസ്. ഇങ്ങനെ മുൻപോട്ട് ഇങ്ങനെ ഉരുണ്ടാണ് പോകുന്നത്. മറ്റ് പ്ലാനറ്റ്സ് എല്ലാം ഇങ്ങനെ കറങ്ങിയിട്ടാണ് മൂവ് ചെയ്യുന്നത്. നമ്മുടെ യുറാനസ് മാത്രം എന്താണ്? ഒരു ബോൾ ഉരുണ്ടു പോകുന്ന പോലെ പോകുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻ കോൺട്രാസ്റ്റ് ടു ഓൾ അതർ പ്ലാനറ്റ്സ്, ഇറ്റ് ഈസ് ടിപ്ഡ് ആൻഡ് സ്പിൻ ഓൺ ഇറ്റ്സ് സൈഡ്സ്. ദാറ്റ് ഈസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ലൈസ് നിയർലി ഓൺ ദി പ്ലെയിൻ ഓഫ് ദി ഓർബിറ്റ്. ഇപ്പോൾ ഇതാണ് ആക്സിസ് എന്ന് വിചാരിക്കാം. ഈ ആക്സിസ് ആണെങ്കിൽ എർത്ത് ആണെങ്കിൽ ഇങ്ങനെ കറങ്ങുന്നു എർത്തിനെ പറ്റി. അപ്പോൾ യുറാനസിൻ്റെ ആക്സിസ് ഇങ്ങനെയാണ്. അതാണ് യുറാനസ് ഈ രീതിയിൽ ഒരു ബോൾ ഉരുണ്ട് പോകുന്ന പോലെയാണ് യുറാനസ് പോകുന്നത്. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് പോയിന്റ്. ആൻഡ് യുറാനസ് ഹാസ് 13 നോൺ റിങ്സ്. അപ്പോൾ സാറ്റേൺ മാത്രമുള്ള റിങ്സ് ഉള്ളത്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞൊരു കാര്യം എന്താ? ജൂപ്പിറ്ററിനും ബാക്കിയുള്ള ഔട്ടർ പ്ലാനറ്റ്സിനും റിങ്സ് ഉണ്ട്. സാറ്റേണിന്റെ മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ യുറാനസിന് എത്ര റിങ്സ് ഉണ്ടെന്ന് പറയുന്നത്? ഏകദേശം 13ഓളം റിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ യുറാനസിനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെക്കൻഡ് ലാസ്റ്റ് പ്ലാനറ്റ് ആണ്. യുറാനസിന്റെ 80% കവർ ചെയ്യുന്ന എന്താ? വാട്ടർ, അതേപോലെ മീഥെയിൻ അല്ലെങ്കിൽ അമോണിയ പോലുള്ള മെറ്റീരിയൽസിന്റെ ഐസി അല്ലെങ്കിൽ ഫ്ലൂയിഡിക് സ്റ്റേറ്റുള്ള ഐസ് മെറ്റീരിയൽസ് കൊണ്ടാണ് കവർ ചെയ്യുന്നത്. യുറാനസിന്റെ ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിലെ 17 hours 17 മണിക്കൂറാണ്. യുറാനസ് മറ്റ് പ്ലാനറ്റ്സിനെ പോലെയല്ല. അതിന്റെ ഇങ്ങനെയാണ് ഒരു ബോൾ ഉരുട്ട് വിട്ടാൽ പോകുന്ന പോലെയാണ് എന്ത് അതിന്റെ റൊട്ടേഷൻ. ദെൻ യുറാനസിന് 13 റിങ്സ് ഉണ്ട്. യുറാനസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ദി നെക്സ്റ്റ് പ്ലാനറ്റ്. യുറാനസ് കഴിഞ്ഞുള്ള പ്ലാനറ്റ് ആണ് ഏറ്റവും ലാസ്റ്റ് പ്ലാനറ്റ് ആണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. സോ വിൽ സീ റിഗാർഡിങ് നെപ്റ്റ്യൂൺ നമ്മൾ നോക്കുകയാണെങ്കിൽ യുറാനസിന്റെ പോലെ തന്നെ എന്താണ് മറ്റൊരു ഐസ് ജയന്റ്. ഐസും ഈ പറയുന്ന ഫ്ലൂയിഡിക് മെറ്റീരിയൽ കൊണ്ട് നടന്നത് യുറാനസിൽ പറഞ്ഞ പോലെ തന്നെ അതേപോലെ മറ്റൊരാളാണ് നെപ്റ്റ്യൂൺ. ആൻഡ് ആർ കോൾഡ് ദി ട്വിൻസ് ഓഫ് ദി ഔട്ടർ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിന്റെ ട്വിൻസ് ആയിട്ട് അറിയപ്പെടുന്നു. കാരണം ഏറ്റവും പുറത്ത് കിടക്കുന്ന 2 പേരാണ് യുറാനസും നെപ്റ്റ്യൂണും. 2 പേരും ഇതേപോലെ ഒരേ ഷേപ്പ്, ഏകദേശം ഒരേ സൈസ് ഒക്കെ വരുന്നതുകൊണ്ട് നമ്മളതിനെ ട്വിൻസ്, ഔട്ടർ ട്വിൻസ്, ഒരേ ഫീച്ചറാണ്. 2 ഐസ് കവേർഡ് ആണല്ലോ, ട്വിൻസ് എന്ന് പറയുന്നു. ഇതേപോലെ നമ്മൾ എർത്തിന്റെ ട്വിൻ ആയിട്ട് നമ്മളൊരു പ്ലാനറ്റിനെ പറഞ്ഞിരുന്നു, മുമ്പത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം ഏതായിരുന്നു എർത്തിന്റെ ട്വിൻ എന്ന് പറയുന്നതും എന്തുകൊണ്ടാണ് ട്വിൻ എന്ന് പറയുന്ന കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സോ ദിസ് നെപ്റ്റ്യൂൺ ഈസ് ഓൾസോ കോൾഡ് ആസ് ദി ട്വിൻ. They are surrounded by a thick atmosphere of hydrogen and helium and contains a higher proportion of ices such as water, ammonia, methane, ice giants.
ടു എംഫസിസ് ഇറ്റ്സ് ദിസ് ഡിസ്റ്റിങ്ഷൻ. എന്താ പറയുന്നത്? ഒരു തിക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആരൊക്കെയാണ് അറ്റ്മോസ്ഫിയർ ഉള്ളത്? ഹൈഡ്രജനും ഹീലിയവും. ഇത് കൂടാതെ ഐസ് ജയൻസ് ആണ്, ഫ്ലൂയിഡിക് ഐസ് നിറഞ്ഞതാണ്. എന്തൊക്കെ കൊണ്ടുള്ള ഫ്ലൂയിഡിക് ഐസ് ആണ് നിറഞ്ഞിട്ടുള്ളത്? വാട്ടർ, അമോണിയ, മീഥെയിൻ. വാട്ടർ, അമോണിയ, മീഥെയിൻ പോലുള്ള പാർട്ടിക്കിൾസ് കൊണ്ട് നിറഞ്ഞ ഐസ് ജയൻസ് ആണ് ആര്? നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ യുറാനസും നെപ്റ്റ്യൂണും ഏകദേശം ഒരേപോലെയുള്ള ഒരേ ഫീച്ചേഴ്സ് ഉള്ള പ്ലാനറ്റ്സ് ആണ്. നെപ്റ്റ്യൂൺ ഹാസ് ദി സ്ട്രോങ്ങസ്റ്റ് സസ്റ്റെയിൻഡ് വിൻഡ്സ്. നോക്കൂ, ഏകദേശം 2100 km/h സ്പീഡിൽ വീശുന്ന വിൻസ് ഉണ്ട് നെപ്റ്റ്യൂണ് ഓഫ് എനി പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം. മറ്റ് പ്ലാനറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വെലോസിറ്റിയിൽ വീശുന്ന വിൻസ് ഉള്ള മറ്റ് പ്ലാനറ്റ് ഒന്നും ഇല്ല എന്ന് പറയുന്നത്. ഏകദേശം 2100 km/h സ്പീഡിൽ കാറ്റ് വീശുന്ന വിൻസ് ഉണ്ട് അവിടെ നെപ്റ്റ്യൂണ്. അപ്പോൾ നെപ്റ്റ്യൂണിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ നെപ്റ്റ്യൂണിനെയും യുറാനസിനെയും ഒരുമിച്ച് പഠിക്കുക. കാരണം രണ്ടുപേരും ഒരേപോലെയുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ്. അപ്പോൾ നെപ്റ്റ്യൂണും യുറാനസും എന്താണ്? ഐസ് ജയൻസ് ആണ്. രണ്ടുപേർക്കും എന്താണ്? ഫ്ലൂയിഡിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അവർ സർഫസിലുള്ളത്. ആരൊക്കെ? മെയിൻലി വാട്ടർ, മീഥെയിൻ, അമോണിയ. ആൻഡ് നെപ്റ്റ്യൂൺ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് എ സ്ട്രോങ് സസ്റ്റെയിൻഡ് വിൻസ്. അത് മാത്രമല്ല നെപ്റ്റ്യൂണിന് എന്താണ്? ഒരു തിക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട്. എന്തൊക്കെയാണ് തിക്ക് അറ്റ്മോസ്ഫിയറിൽ വരുന്നത്? ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ഹൈഡ്രജനും ഹീലിയം അടങ്ങിയ തിക്ക് അറ്റ്മോസ്ഫിയർ ആണ് നെപ്റ്റ്യൂണ് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള 8 പ്ലാനറ്റ്സ്. ഓക്കെ, സോളാർ സിസ്റ്റവും 8 പ്ലാനറ്റ്സും. ഓക്കെ, ഞാൻ ആ ചിത്രം ഒന്നുകൂടി കാണിക്കാം. നമ്മൾ ആദ്യം നോക്കിയിരുന്ന മുമ്പത്തെ എപ്പിസോഡിൽ നോക്കിയിരുന്ന സോളാർ സിസ്റ്റത്തിന്റെ ചിത്രം നോക്കുക. സൺ, സൺ കഴിഞ്ഞാൽ മെർക്കുറി, സണ്ണിന് ചുറ്റും കറങ്ങുന്ന മെർക്കുറി അവിടെ കാണാം അല്ലെ. മെർക്കുറിക്ക് ശേഷം യു ക്യാൻ സി വീനസ്, ഇവിടെ വീനസ്. ദെൻ എർത്തിനെ കാണാം. മാർസ്, ജൂപ്പിറ്റർ. ഓക്കെ, അപ്പോൾ മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള ഭാഗത്താണ് എന്ത്? ആസ്ട്രോയിഡ് ബെൽറ്റ്. ജൂപ്പിറ്റർ കഴിഞ്ഞാൽ യു ക്യാൻ സി സാറ്റേൺ കഴിഞ്ഞാൽ യുറാനസ് കറങ്ങുന്ന എങ്ങനെ കാണിച്ചിരിക്കുന്നത് നോക്കൂ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ബോൾ ഉരുണ്ട് പോകുന്ന പോലെ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. ദെൻ ഏറ്റവും പുറത്തായിട്ട് നെപ്റ്റ്യൂൺ. അപ്പോൾ ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ 8 പ്ലാനറ്റ്സ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. പറഞ്ഞ പോയിന്റ്സ് എല്ലാം, മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഓർത്തു വയ്ക്കാം. ഇതാണ് നമ്മുടെ 8 പ്ലാനറ്റ്സ് ഓഫ് ദി സോളാർ സിസ്റ്റം. അപ്പോൾ നമ്മൾ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞ സംഭവങ്ങളെ പറ്റി എല്ലാം നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ എർത്തിലേക്ക് വരാം. എർത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് നമുക്ക് എർത്തിന് സ്വന്തമായിട്ടൊരു നാച്ചുറൽ സാറ്റലൈറ്റ് ഉള്ള നമുക്കറിയാലോ. അതാണ് ആര്? നമ്മുടെ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ മൂണുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സംഭവം ഒന്നാണ് മൂൺ അല്ലേ. മൂണിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി നോക്കുവാൻ പോകുന്നത്. വിൽ സീ റിഗാർഡിംഗ് മൂൺ. മൂൺ ഈസ് ദി ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. എർത്തിൻ്റെ ഒരേ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ. നമ്മൾ മാർസിന് പറഞ്ഞതില്ലേ ഫോബോസ്, ഡീമോസ്. അതേപോലെ ജൂപ്പിറ്ററിന് 95 ഉണ്ട്, സാറ്റേണിന് 146 ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതേപോലെ നമ്മൾ എർത്തിന് പാവം ഒരാളുള്ളൂ, അതാണ് ആര്? മൂൺ എന്ന് പറയുന്നത്. ദി ഡയാമീറ്റർ ഓഫ് ദി മൂൺ ഈസ് ഓൺലി 1/4 ദാറ്റ് ഓഫ് എർത്ത് ആൻഡ് ഈസ് അബൌട്ട് 3,84,400 kilometers away. മൂണിന്റെ ഡയാമീറ്റർ നോക്കുകയാണെങ്കിൽ, ഡയാമീറ്റർ ഒക്കെ എന്തെന്ന് അറിയാലോ, ബേസിക് മാത്സിൽ പഠിച്ചിട്ടില്ലേ. മൂണിന്റെ ഡയാമീറ്റർ നോക്കുകയാണെങ്കിൽ എർത്തിന്റെ ഡയാമീറ്റർ വെച്ച് നോക്കുമ്പോൾ അതിൽ 4/1 ഉള്ളൂ. അപ്പൊ നമുക്ക് ഏകദേശം വലിപ്പം പറയുകയാണെങ്കിൽ എർത്തിന്റെ 4/1 വലിപ്പമുള്ള ആളാണ് ആര്? മൂൺ എന്ന് പറയുന്നത്. എത്ര ദൂരമുണ്ട്? ഏകദേശം ഒരു 3,84,000 kilometer ദൂരമുണ്ട് എന്ത്? എർത്തും മൂണും തമ്മിൽ. അപ്പൊ നമുക്ക് ആകാശത്ത് നിന്ന് നമ്മൾ കാണുന്ന ചന്ദ്രൻ നമ്മളെക്കാൾ 3.75 ലക്ഷത്തിന് മേലെ ദൂരത്തിലാണെന്ന് ആലോചിക്കണം. ലക്ഷം കിലോമീറ്ററിനേക്കാൾ ദൂരത്തിലാണെന്ന് ആലോചിക്കണം. മൂണിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ക്യാൻ സി മൂൺ ഈസ് ടൈഡലി ലോക്ക്ഡ്. മൂണിനെ നമ്മൾ എന്ത് പറയുന്നു? ടൈഡലി ലോക്ക്ഡ് ആണെന്ന് പറയുന്നു. എന്താണ് ടൈഡലി ലോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം എർത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്ന സമയം എർത്തിൽ എത്രയാണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ അതിനും എർത്തിൽ എടുക്കുന്ന സമയം എത്രയാണെന്ന് നമുക്കറിയാം അല്ലെ. എർത്ത് ഒരു പ്രാവശ്യം കറങ്ങുവാനായിട്ട് എടുക്കുന്ന സമയമാണ് 24 hours. എർത്ത് ഒരു പ്രാവശ്യം സൂര്യൻ ചുറ്റും വലം വയ്ക്കാൻ എടുക്കുന്ന സമയമാണ് 1 year or 365 days. അതും നമുക്കറിയാം. ഇതേപോലെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് റെവല്യൂഷൻ നടത്തുന്ന പോലെ മൂണും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എർത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ കൺസിഡറിങ് എർത്ത്, ഇതാണ് എർത്ത് എന്ന് വിചാരിക്കാം. നമ്മുടെ എർത്തിന് ചുറ്റും ഒരു പാത്തിൽ മൂൺ കറങ്ങുന്നുണ്ട്. ഈ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. നമ്മുടെ എർത്ത് സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു ഓർബിറ്റ് ഉണ്ട് നമുക്കറിയാം. അതേപോലെ മൂൺ എർത്തിന് ചുറ്റും കറങ്ങുന്നുണ്ട്. സപ്പോസ് ഇതാണ് നമ്മുടെ മൂൺ. മൂൺ എർത്തിന് ചുറ്റും വലം വയ്ക്കുന്നു. ഈ ഒരു റെവല്യൂഷൻ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ
മൂൺ നിന്ന നിൽപ്പിൽ എർത്ത് കറങ്ങുന്ന പോലെ മൂണും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂൺ നിന്ന നിൽപ്പിൽ കറങ്ങുന്നുണ്ട്. ഇങ്ങനെ കറങ്ങിക്കൊണ്ട് എർത്തിന് ചുറ്റും കറങ്ങുന്നു. എർത്താണെങ്കിലോ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. അപ്പൊ എർത്ത് സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ മൂണും എർത്തിനൊപ്പം സൂര്യന് ചുറ്റും കറങ്ങുന്നു. ഞാൻ ഒന്നിനും പറഞ്ഞു തരാം. എർത്ത് നിന്ന് നിൽപ്പിൽ കറങ്ങുന്നുണ്ട്, മൂണും നിന്ന് നിൽപ്പിൽ കറങ്ങുന്നുണ്ട്. മൂൺ നിന്ന് നിൽപ്പിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനൊപ്പം എർത്തിനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. എർത്താണെങ്കിൽ സൂര്യനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂര്യന് ചുറ്റും ആരും വരുന്നുണ്ട്? മൂണും വരുന്നുണ്ട്. നമ്മൾ അതൊരു ചിത്രത്തിൽ കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, സപ്പോസ് ശ്രദ്ധിക്കാം, നമുക്ക് ഇങ്ങനെ കാണിക്കാം. ദാ ഇത് എർത്തിന്റെ ഓർബിറ്റ്, നടുക്ക് സണ്ണുണ്ട്. സണ്ണിന് ചുറ്റും ആര് കറങ്ങുന്നു? എർത്ത് കറങ്ങുന്നു. ഇതാണ് എർത്ത്. എർത്തിന് ചുറ്റും ഒരു ഓർബിറ്റിൽ ആര് കറങ്ങുന്നുണ്ട്? വി ഹാവ് ദി മൂൺ. എർത്തിന് ചുറ്റും മൂൺ കറങ്ങുന്നു. അപ്പൊ എർത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എർത്തിനൊപ്പം ആര് സഞ്ചരിക്കുന്നുണ്ട്? മൂണും സഞ്ചരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ മൂൺ റൊട്ടേറ്റ് ചെയ്യുന്നു, റിവോൾവ് ചെയ്യുന്നു പറയുന്നു. മൂണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൂണിന്റെ പീരീഡ് ഓഫ് റൊട്ടേഷൻ നോക്കുകയാണ്. മൂണിന്റെ പീരീഡ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂൺ നിന്ന നിൽപ്പിൽ ഒരു വട്ടം കറങ്ങാൻ എത്ര സമയമെടുക്കും? എർത്തിൽ 24 മണിക്കൂർ. എർത്തിന് 24 മണിക്കൂർ എന്നറിയാം. അതേപോലെ മൂണിന് എത്ര? അതേപോലെ നമ്മൾ മൂണിന്റെ പീരീഡ് ഓഫ് റെവല്യൂഷൻ നോക്കുകയാണ്. പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂൺ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര? നമുക്കറിയാം, സണ്ണിന് ചുറ്റും കറങ്ങാൻ എർത്ത് എടുക്കുന്ന സമയം 365 ഡേയ്സ് ആണ്. അപ്പോൾ എർത്ത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്നത് 24 hours, ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യാൻ എടുക്കുന്നത് 365 ഡേയ്സ്. ഇത് നോക്കുമ്പോൾ മൂണിന് അത് എത്രയാണ് എന്നാണ് നോക്കേണ്ടത്. മൂണിന്റെ പ്രത്യേകത, മൂണിന്റെ പീരീഡ് ഓഫ് റൊട്ടേഷൻ ഈസ് ഈക്വൽ ടു പീരീഡ് ഓഫ് റെവല്യൂഷൻ ഈസ് ഈക്വൽ ടു 27 ഡേയ്സ്. 27 പോയിന്റ് ചെറിയ കണക്കുണ്ട്. അതായത് മൂൺ ഒരു പ്രാവശ്യം നിന്ന നിൽപ്പിൽ കറങ്ങാൻ എടുക്കുന്ന സമയം 27 ദിവസം. മൂൺ എർത്തിന് ചുറ്റും വലം വയ്ക്കാൻ എടുക്കുന്ന സമയവും 27 ദിവസം. ഓക്കെ, മൂൺ നിന്ന നിൽപ്പിൽ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 27 ദിവസം. മൂൺ എർത്തിന് ചുറ്റും വട്ടം വയ്ക്കാൻ എടുക്കുന്ന വലം വയ്ക്കാൻ എടുക്കുന്ന സമയവും 27 ദിവസം. അതായത് പീരീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദി മൂൺ ഈസ് ഈക്വൽ ടു പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദി മൂൺ ഈസ് ഈക്വൽ ടു 27 ഡേയ്സ്. അപ്പൊ അതുകൊണ്ട് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എർത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വി ഓൾവേസ് സീസ് ദ സെയിം സൈഡ് ഓഫ് ദ മൂൺ. മൂൺ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ചെറുതായിട്ട് റിവോൾവ് ചെയ്തു പോകുന്നതുകൊണ്ട് നമ്മൾ എർത്തിൽ നോക്കുമ്പോൾ മൂണിന്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുള്ളൂ. മൂണിന്റെ അതർ സൈഡ് നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഈ ഒരു പ്രോസസ്സ്, അതായത് മൂണിന്റെ പീരീഡ് ഓഫ് റൊട്ടേഷൻ പീരീഡ് ഓഫ് റെവല്യൂഷൻ സെയിം ആവുന്നത്, അതിനെയാണ് നമ്മൾ പറയാ ടൈഡലി ലോക്ഡ്. മൂൺ ഈസ് ടൈഡലി ലോക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പീരീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് മൂൺ ഈസ് ഈക്വൽ ടു പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദ മൂൺ. അതിന്റെ ഇമ്പാക്ട് എന്താണ്? നമുക്ക് എർത്തിൽ നമ്മൾ നോക്കുമ്പോൾ മൂണിന്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ 3 മാസം മുൻപ് കണ്ട അതേ സൈഡ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മൂണിന്റെ അപ്പുറത്തെ വശം കാണുവാൻ, എർത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണേ. മൂണിന്റെ പീരീഡ് ഓഫ് റൊട്ടേഷനും പീരീഡ് ഓഫ് റെവല്യൂഷനും എത്രയാ? 27 ദിവസമാണ്. നോക്കുക, ദ മൂൺ ഈസ് ടൈഡലി ലോക്ഡ്. The object's orbital period matches its rotational period to the Earth's, meaning that the moon revolves around the Earth in about 27 days, which is the same time it takes to complete one spin. ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ മൂൺ എടുക്കുന്ന സമയം, ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യാൻ മൂൺ എടുക്കുന്ന സമയം രണ്ടും എത്രയാണ്? 27 ദിവസം. As a result of tidal locking, only one side of the moon is visible to us from the Earth. ആ ടൈഡൽ ലോക്കിംഗ് കാരണം നമുക്ക് മൂണിന്റെ ഒരു സൈഡ് മാത്രമാണ് എന്ത്? എർത്തിൽ നിന്ന് കാണുവാൻ സാധിക്കുക. ഇതാണ് മൂണിനെ പറ്റി ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ മൂണിനെ പറ്റിയുള്ള ബേസിക് ആയ കാര്യം എന്താ? മൂൺ എർത്തിന്റെ ഒരേ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. എർത്തിന്റെ 1/4 ആണ് മൂണിന്റെ സൈസ് വരുന്നത്. എർത്തിൽ നിന്ന് 3,84,000 കിലോമീറ്റർ ദൂരെയാണ് മൂൺ. മൂൺ എർത്തിന് ചുറ്റും വലം വയ്ക്കുന്നുണ്ട്. മൂണിന്റെ പീരീഡ് ഓഫ് റൊട്ടേഷനും പീരീഡ് ഓഫ് റെവല്യൂഷനും ഏകദേശം സെയിം ആണ്, 27 ദിവസം. അതുകൊണ്ട് നമ്മൾ മൂണിനെ ടൈഡലി ലോക്ക്ഡ് ആണെന്ന് പറയും. മൂൺ ടൈഡലി ലോക്ക്ഡ് ആയതുകൊണ്ട് നമ്മൾ എർത്തിൽ നോക്കുമ്പോൾ മൂണിന്റെ ഒരു വശം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ മൂണിനെ പറ്റി ഓർത്ത് വെക്കണം. ഈ മൂൺ എങ്ങനെയാ ഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ തിയറീസ്, ബിഗ് സ്പ്ലാറ്റ് തിയറി എന്ന് പറയുന്ന സംഭവമുണ്ട്. നമുക്ക് അത്രയും ഡീറ്റെയിലേക്ക് പോകണ്ട. എന്നാലും എർത്തിൽ പണ്ട് വലിയൊരു മറ്റൊരു ആസ്ട്രോയിഡ് പോലത്തെ ഒരു സംഭവം എർത്തിൽ വന്ന് വീണുവെന്നും, അപ്പോൾ എർത്തിൽ നിന്ന് ഒരു കഷ്ണം പൊട്ടിത്തെറിച്ച് പോയി അത് ഇന്നത്തെ മൂണായി മാറിയതാണെന്നൊക്കെ പറയപ്പെടുന്ന തിയറീസ് ഉണ്ട്. അതായത് എർത്തിൽ മറ്റൊരു വലിയ വസ്തു, ആസ്ട്രോയിഡ് പോലെ വസ്തു വന്ന് വീണു, ഒരു ബിഗ് സ്പ്ലാറ്റ് സംഭവിച്ചു, അതിൽ നിന്ന് എർത്തിൽ നിന്ന് പോയ ഒരു പീസ് തെറിച്ച് ആയത് മൂണായതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് മൂണിന്റെ ഫോർമേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ മൂണിന്റെ പീരീഡ് ഓഫ് റൊട്ടേഷൻ പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓർത്ത് വയ്ക്കുക. കാരണം നമ്മൾ അടുത്ത എപ്പിസോഡിൽ മൂണിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഈ എപ്പിസോഡ് ഇത്രയും മതി. സോ താങ്ക് യു. സീ യു ഓൺ ദ നെക്സ്റ്റ് എപ്പിസോഡ്.